ഇനി ഒരു കാര്യം കൂടി, ഇതെന്താ സംഭവം? ഇതൊരു എയർ പ്യൂരിഫയറാണ്. ഇത് പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇടാൻ തുടങ്ങിയതാണ്. അവിടെ ഭയങ്കര എന്താ ആവശ്യം? കേരളത്തിൽ അത്ര വലിയ ആവശ്യമില്ലെങ്കിലും ഇതിങ്ങനെ ഇട്ടാൽ മതിയോ? ഇത് എയർ പ്യൂരിഫയർ ആണ്. സാധാരണ ലോക്കറ്റിൽ ശിവൻ, വിഷ്ണു, രുദ്രാക്ഷം ഇതൊക്കെയാണ്. ശശി തരൂരിന്റെ ലോക്കറ്റിൽ കിടക്കുന്നത് എയർ പ്യൂരിഫയർ ആണ്. ഇതെങ്ങനെ എയർ പ്യൂരിഫൈ ചെയ്യും? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ടെക്നിക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അത് ടെക്നിക്കലി ഇതൊരു എല്ലാ ദിവസവും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നെഗറ്റീവ് അയൺസ് ഇറങ്ങും. അതാണ് നിങ്ങൾ ശിവനെ വിഷ്ണു പറയുമ്പോൾ എന്റെ പോക്കറ്റ് ഇതുണ്ട് കേട്ടോ. ഇതെപ്പോഴും ഉണ്ടോ? ഗജാനനം ഭൂതഗണാദി സേവിതം ഇത് കയ്യിൽ എപ്പോഴും കരുതുമോ? അതോ? ഞാൻ എൻ്റെ ഇഷ്ടദൈവം ഗണേശനാണ്. അത് പക്ഷെ ഞാൻ ഗണേശന് മാത്രമല്ല പ്രാർത്ഥിക്കും. മലയാളികളുടെ രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ രാവിലെ എണീച്ചിട്ട് പല ദൈവങ്ങളെ പ്രാർത്ഥിക്കും. എന്നിട്ടാണ് ഞാൻ എൻ്റെ ദിനം ആരംഭിക്കുക. പക്ഷെ എപ്പോഴും ആരംഭിക്കുന്നത് ഗണേശൻ്റെ ഒപ്പം. അത് എന്തോ ഒരു കുട്ടിക്കാലം മുതൽക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും ജനിച്ചത് മഹാശിവരാത്രിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രശേഖരായിരുന്നു ജനിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ശശിയാണ്. അതിൻ്റെ അർത്ഥം മഹാശിവരാത്രി ജനിച്ച കാരണം എൻ്റെ കുടുംബം വലിയ ശിവഭക്തന്മാരായി. അതിൻ്റെ ഒപ്പം എൻ്റെ അമ്മ കുട്ടിക്കാലത്തിലെ ഗുരുവായൂരപ്പനെ കടന്നു. പക്ഷേ അത് ഭയങ്കര ഗുരുവായൂരപ്പനും കൃഷ്ണൻ്റെയും ഒരു ഭക്തിയാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ നടുവിലത്തെ പേര് കൃഷ്ണനാണ്. ശശി കൃഷ്ണ ഉണ്ണി തരൂറാണ് എൻ്റെ പേര്. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് ദൈവത്തെ ഉപേക്ഷിക്കില്ല. എൻ്റെ വീട്ടിൽ കുഞ്ഞുകാലം മുതൽക്ക് ഒരു രാമൻ്റെയും സീതയുടെയും ഒരു പടം, എല്ലാ ദൈവങ്ങളും ചുറ്റിയിരിക്കുന്ന ഒരു പടമായിരുന്നു അവർ പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാൻ വലുതായപ്പോൾ ആ പടത്തിൻ്റെ ഒരു കോപ്പി ഒരു പുസ്തകത്തിൽ കണ്ടു. അതിന് ഉടനെ കോപ്പി എടുത്ത് പ്രിന്റ് ചെയ്തിട്ട് അതിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാം ജന്മഭൂമി വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ രാമനെ, കുട്ടിക്കാലം മുതൽക്ക് പ്രാർത്ഥിക്കുന്ന രാമനെ ഞാൻ എന്തിനു BJP വിട്ടുകൊടുക്കണം? അവർക്ക് വല്ല ഒരു കോപ്പി റൈറ്റ് കൊടുത്തു. എനിക്കും വിശ്വാസമില്ലേ. ഞാൻ പക്ഷേ ഒരു രാഷ്ട്രീയ വേദിയിൽ കയറില്ല. പക്ഷെ താങ്കൾ അയോധ്യ പോയോ? എന്തിനു പോണത്? ആരാണ് പ്രാണപ്രതിഷ്ഠ ചെയ്തത്? ഒരു പൂജാരിയായിരുന്നു, ഒരു പുരോഹിതായിരുന്നു. ആരാ ചെയ്തത്? ഒരു പ്രധാനമന്ത്രി. എന്താ അദ്ദേഹത്തിന്റെ റോൾ അവിടെ? ഒരു രാഷ്ട്രീയ റോളല്ലേ. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിനുള്ളിൽ യഥാർത്ഥ രാമനില്ല. അല്ല, അത് ഞാൻ പറയുന്നില്ല. ഇല്ല, അത്ര ദൂരം ഞാൻ പോകുന്നില്ല. ഞാൻ പറയണത് ഒരു രാഷ്ട്രീയ വേദിയിലല്ല ഞാൻ കയറുന്ന. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനാണ് കയറുന്നത്. ചിലപ്പോൾ ഒരു സാംസ്കാരിക സമ്മേളനം വെളിയിലുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് തൊഴാൻ പോകുമ്പോൾ തൊഴാൻ മാത്രമേ പോകുള്ളൂ. ക്ഷേത്രത്തിൻ്റെ അകത്തല്ല രാഷ്ട്രീയം ചെയ്യേണ്ടത്. അപ്പം ഞാൻ പോയിട്ട് ഒരു പ്രാണപ്രതിഷ്ഠ ചെയ്യണത് എനിക്ക് എന്താ അവകാശം? അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അമ്പലത്തിനെക്കുറിച്ച് അറിയുന്നവർക്ക് അമ്പലം വിട്ടുകൊടുക്കുക. ആ വിശ്വാസമുള്ളവർക്ക് പോകാനുള്ള, നമുക്ക് വേറെ ഒരു ഹിന്ദു വിശ്വാസികൾക്ക് ഒരു തോന്നലുണ്ട്, നമ്മുടെ ക്ഷേത്രത്തിൽ പോകുന്നത് വിളി വരുമ്പോഴാണ്. ഒരു ദിവസം പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അർത്ഥം ആ ദിവസം നിങ്ങൾ വിളി ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം പോകാനോട് വിളി വരുമ്പോൾ ഞാൻ അയോധ്യയിലും പോവും, കാശി വിശ്വനാഥിലും പോവും. ഞാൻ നേപ്പാളിൽ പോയപ്പോൾ ഞാൻ നമ്മുടെ അവിടെ പശുപതിയിൽ പോയി പ്രാർത്ഥിച്ച പൊളിറ്റിക്കൽ കോൾ ആയിരിക്കില്ല. ഞാൻ പൊളിറ്റിക്സിന് വേണ്ടി പോവില്ല. ഒരു വ്യക്തി. അപ്പോൾ ഇത് വളരെ രസകരമായ ഒരു കാര്യമല്ലേ. പോക്കറ്റിൽ ഗണപതിയുണ്ട്, കഴുത്തിൽ എയർ പ്യൂരിഫയർ ഉണ്ട്. അതായത് സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരു ബിലീവറായ സെക്കുലറായ കാൻഡിഡേറ്റ്. അതെ, പക്ഷേ അതെ ഡെഫിനറ്റ്ലി ഞാൻ സയന്റിഫിക് ടെമ്പർ ഒരു വിശ്വാസിയാണ്. ഞാൻ റാഷണലിസ്റ്റാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗണേശൻ്റെ തല പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു തെളിവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വിമർശിച്ചു. പ്രധാനമന്ത്രി അത് പറഞ്ഞു. കാരണം എനിക്കറിയാം, ഭാരതമാണ് പ്ലാസ്റ്റിക് സർജറി ആദ്യം ആരംഭിച്ചത്. സുഷ്രുത 2000 വർഷം മുമ്പ് ഒരു മൂക്കിൻ്റെ സർജറി ചെയ്തു, റൈനോപ്ലാസ്റ്റി. അതിൻ്റെ എങ്ങനെ ചെയ്തെന്ന് എഴുതി വെച്ചതും അതിന് ഇൻസ്ട്രുമെൻസും കൂടി കിട്ടിയിട്ടുണ്ട് ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നടത്തുന്നതിന് നിങ്ങൾ ഇങ്ങനെ ഒരു കഥ പോയി പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വഷളാക്കിപ്പിക്കരുത് നമ്മളെ. കാരണം നോക്കൂ, എല്ലാം വെച്ച് ചെറിയ ആനയെ വിചാരിച്ചോളൂ, എല്ലാം വെച്ച് വലിയ മനുഷ്യനെ വിചാരിച്ചോളൂ, കഴുത്ത് യോജിപ്പുണ്ടാവൂ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? പ്ലാസ്റ്റിക്സ് അതാണ് സയന്റിഫിക് ടെമ്പർ. പറഞ്ഞാൽ സയൻസിൽ നടത്തുന്ന ശരിക്കും നമുക്ക് വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. പണ്ട് കാലത്ത് നമ്മളുടെ ആൻസസ്റ്റേഴ്സ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ അഭിമാനത്തോടെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ആര്യഭട്ട ചെയ്ത അസ്ട്രോളജി മാത്രമല്ല, അസ്ട്രോണമി അതൊക്കെ ഗലീലിയോ പറയുന്ന എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അംഗീകരിക്കണം. പക്ഷേ അനാവശ്യമായിട്ട് നമ്മളുടെ ഹിന്ദുമത വിശ്വാസങ്ങളോ ഹിന്ദുമത കഥകളെ സയൻസായിട്ട് വിചാരിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ രണ്ടിനെയും നമ്മൾ വഷളാക്കുകയാണ്. അത് ചെയ്യരുതെന്നാണ് എൻ്റെ